ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും സംഘാടക സമിതി ചെയർമാനുമായ അഡ്വക്കേറ്റ് കഴിഞ്ഞ 2-3 മാസക്കാലമായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ രൂപീകരിച്ച സംഘാടക സമിതിയുമായി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ഔപചാരികമായി ഇവിടെ നടക്കുന്ന ഈ മഹാകലോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഉത്സവം എത്തുമ്പോ ഞങ്ങൾ എല്ലാവരും ഒരു മനസ്സായി ഏതെങ്കിലും വിധത്തിൽ വകഭേദങ്ങളില്ലാത്ത വിധം ഈ കുഞ്ഞുങ്ങൾക്ക് സ്വാഗതമരുളാൻ ഒരുമിച്ചു നിന്ന അനുഭവം രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി സന്ദർശിച്ച് മതിൽക്കകത്ത് പാണ്ടി കൊട്ടുന്ന ഇലഞ്ഞിത്തറ മേളത്തിന്റെ അനുഭവം അതുപോലെ ആ താളം കുട്ടികൾക്ക് ശ്രവിക്കാൻ അവസരമുണ്ടാകുന്ന വിധത്തിൽ അതിമനോഹരമായി നടത്തിയ തിരുവമ്പാടി പാറമേക്കാവിന്റെ പ്രമാണിമാർ തന്നെ നേതൃത്വം നൽകിയ അതിമനോഹരമായിട്ടുള്ള പാണ്ടിമേളവും കുടമാറ്റത്തിന്റെ പ്രതീതമായിട്ടുള്ള കുടകളും ഒക്കെ കൂടി ഒരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് നാം കടക്കുകയാണ്. ഇവിടെയാണ് നിരവധികളായിട്ടുള്ള അത്തരം പ്രതിഭകൾക്ക് നമ്മുടെ സ്കൂൾ യുവജനോത്സവം കേരളത്തിലാകെ രൂപം നൽകിയിട്ടുണ്ട്. 1958 2ാം കലോത്സവമാണ് ഈ ജയചന്ദ്രനെ പോലെ യേശുദാസിനെ പോലെ മഹത്തായ കലാപ്രതിഭകളെ നമ്മുടെ നാടിന് സമ്മാനിച്ചത് എന്ന ഓർമ്മയോടെ ഒട്ടേറെ പ്രതിഭകൾ, ഒട്ടേറെ കലാകാരന്മാർ ഈ കലോത്സവത്തിന്റെ ഭാഗമായി നാടിന് സമർപ്പിക്കപ്പെടട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികൾ കേവലം കലാപരിപാടികൾ അവതരിപ്പിക്കാൻ മാത്രമല്ല, കേരളം മുഴുവൻ അവരുടെ സൗഹൃദങ്ങൾ പൂത്തുലയുന്ന ഒരു നല്ല നാടകയുടെ സമൃദ്ധമായ ഓർമ്മയ്ക്ക് എല്ലാ വിധത്തിലും തൃശൂർ ഇന്ന് വൈകുന്നേരത്തോടെ തൃശൂർ നഗരം പൂർണ്ണമായി വെളിച്ച വിധാനങ്ങളോടെ മുന്നോട്ട് പോകുമ്പോ രാത്രി ഏറെ നീളും വരെ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് കിടക്കുമ്പോ ഈ നാടാകെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. ആ വിധത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഇന്ന് ഈ കലോത്സവത്തിന്റെ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശം നൽകി ഒരു ദുരന്തത്തിലും മലയാളിയെ വിട്ടുകൊടുക്കാത്ത വിധം ധീരോദാത്തമായി കേരളത്തിലെ ഗവൺമെന്റിനും കേരളത്തിലെ ജനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ കൗമാര കലാപൂരം, കൗമാര കലാമാമാങ്കം ഉദ്ഘാടനം ചെയ്യാൻ ഏറെ വിനയത്തോടെ, സ്നേഹത്തോടെ, അഭിമാനത്തോടെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം. ഉള്ളിലെ കഴിവ് സ്വയം അറിയാതെ ആവിഷ്കരിക്കുകയും അങ്ങനെയാണ് പ്രാചീന ഗുഹാചിത്രങ്ങളുണ്ടായത്.
നാടൻ പാട്ടുകളും നാടൻ കലകളും ഉണ്ടായിരുന്നു. അവതാരകരും പ്രേക്ഷകരും എന്ന വേർതിരിവ് അന്നുണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലാത്തിനും പങ്കാളികളായിരുന്നു. ഒരു കാലത്ത് പല കലകളും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു. ജാതി ജന്മി നാടുവാഴിത്ത കാലത്ത് ആളുകൾ വ്യത്യസ്ത കൂട്ടങ്ങളായാണ് ജീവിച്ചിരുന്നത്. ആ ജാതിക്കാരുമായോ മറ്റ് ജാതിക്കാരുമായോ മതക്കാരുമായോ അവർ ഇടകലർന്നിരുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അവരെ അകറ്റിയിരുന്നു, തമ്മിൽ അകറ്റുന്ന നിലയുണ്ടായിരുന്നു. അതുകൊണ്ട് കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി. ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിലും മതാധിഷ്ഠിതത്തിലും അധിഷ്ഠിതമായ പുതിയ കാലം പിറന്നതോടെ കലകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറി. കല മതനിരപേക്ഷതയും ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിന് ഏറ്റവും സഹായകമായത് സ്കൂൾ കലോത്സവങ്ങളാണ്. ഓരോ കാലത്തും ഏറ്റവും മികച്ച ചില കലാകാരന്മാർക്ക് പോലും അവരുടെ ജാതിയും മതവും പ്രശ്നമായിരുന്നില്ല. തൃശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു. കഥകളി ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി. കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത്. ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല. ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടമൊരുക്കുകയുണ്ടായി. തന്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത്. അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു. തന്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിന്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു. കലാകാരന്മാരെ മതത്തിന്റെ കണ്ണിലൂടെ കാണരുത്, കലാകാരന്മാരായി കാണുക, അതാണ് വേണ്ടത്. കലയാണ് അവരുടെ മതം
എന്ന് കണക്കാക്കുക. കേരളത്തിൽ ഏറ്റവും അധികം പേർ ഏറ്റുപാടിയ മാപ്പിളപ്പാട്ട് നീലക്കുയിൽ എന്ന സിനിമയിലെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി എന്ന് തുടങ്ങുന്ന പാട്ടായിരിക്കും. ഇത് എഴുതിയത് തൃശൂർ ജില്ലക്കാരനായ പി ഭാസ്കരൻ മാഷാണ്. സംഗീതം നൽകി പാടിയതാകട്ടെ കെ രാഘവൻ മാഷ്. ഒരു കാലത്ത് മുസ്ലിങ്ങൾ മാത്രം പാടിയിരുന്ന മാപ്പിളപ്പാട്ട് ശൈലിയിലുള്ള ഗാനത്തെയാണ് മുസ്ലിങ്ങളല്ലാത്ത ഇവർ ജനകീയമാക്കിയത്. സിനിമയിൽ ഏറ്റവും അധികം മാപ്പിളപ്പാട്ടുകൾ രചിച്ചത് ഭാസ്കരൻ മാഷും ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചത് വയലാറുമാണ്. മറ്റ് മതക്കാരുടെ കൂടി അനുഭൂതികൾ സ്വാംശീകരിക്കാനുള്ള വിശാല മനസ്സാണ് നമ്മെ പരിഷ്കൃതരും സമ്പന്നരുമാക്കുന്നത്. കലയെ മതത്തിന്റെ കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാലത്തുമുണ്ട്. മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരോളിന് നേരെ പോലും ആക്രമണം നടത്തുന്നത് നാം കണ്ടു. ചിലയിടങ്ങളിൽ ക്രിസ്മസിന്റെ അവധി എടുത്തു കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. എവിടെയും മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. അവരുടെ തെട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക. കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാം എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ ഒന്നിച്ച് അവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട്. കേരളത്തിന്റെ മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണിത്. എക്കാലവും നമുക്ക് അത് ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ സ്കൂൾ കലാമേളയുടെ സന്ദേശം അതായിരിക്കട്ടെ. കലാമേളകളിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനം. സമ്മാനം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ആവാം. പങ്കെടുക്കാൻ കഴിയുന്നു എന്നതിലാണ് സന്തോഷിക്കേണ്ടത്. അതിന്റെ ഭംഗിയെ മത്സര ബുദ്ധി കെടുത്താതെ നോക്കണം. കുട്ടികളുടെ മാറ്റുരക്കലിൽ രക്ഷാകർത്താക്കൾ ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ അവരുടേതായ ലോകത്ത് വിഹരിക്കട്ടെ. കലോത്സവങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയവർ മാത്രമല്ല പിൽക്കാലത്ത് ഉപഹാരം നൽകുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ പി ശിവൻകുട്ടിയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നു.
ലോകത്തെമ്പാടുമുള്ള മാതൃകകൾ പഠിച്ച് സമ്മർദ്ദം കുറയ്ക്കുന്ന പരീക്ഷാ രീതി നടപ്പിലാക്കും. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ നിലവാരം അളക്കുവാൻ കൂടുതൽ ശാസ്ത്രീയമായ രീതികൾ കൊണ്ടുവരും. SSLC ഫലം പ്രഖ്യാപിക്കുന്നത് പോലെ കലാകായിക അക്കാദമിക് മത്സരങ്ങളിൽ ഓരോ വിദ്യാലയങ്ങളുടെയും മികവ് പ്രഖ്യാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കും. വിവിധ വിഷയങ്ങളിൽ മുൻപന്തിയിലെത്തുന്ന സ്കൂളുകൾക്ക് 1, 2, 3 സമ്മാനങ്ങൾ നൽകും. അവർക്ക് ചീഫ് മിനിസ്റ്റേഴ്സ് ഗോൾഡ് കപ്പും 5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ആ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി CS വെങ്കടേശ്വരൻ, ഡെപ്യൂട്ടി ഡയറക്ടർ രാമവർമ്മ അപ്പൻ തമ്പുരാൻ, ആദ്യ അധ്യാപകൻ ഗണേശ അയ്യർ ചേർന്ന് സംഘടിപ്പിച്ചതാണ് ആദ്യത്തെ കലോത്സവം. ഡൽഹി അന്തർ സർവകലാശാല കലോത്സവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ആശയം ഇവിടെയും പടർത്തിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഓരോ വർഷവും നടക്കുന്ന ഈ ഗംഭീര ഉത്സവം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികളുടെ പ്രതിഭകളെ തിളങ്ങി തെളിക്കുന്നു. കലോത്സവം വെറും മത്സരമല്ല, ഇത് ടൂറിസം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപിയെ ആദരവോടെ ക്ഷണിക്കുന്നു. ഉപഹാരം ഹിന്ദു അവർകൾ, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി സാർ അവർ നിന്ന് കേരളത്തിന്റെ കലാ മേഖലയിൽ നല്ല തിളക്കമാർന്ന നക്ഷത്രങ്ങളായി നമുക്കെല്ലാം ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച പ്രതിഭാശാലികളാണ്. അവരുടെ എല്ലാം അദൃശ്യമായ സാന്നിധ്യം ഈ വേദികളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ ഒച്ചത്തിൽ മിടിക്കല്ലേ നീ എന്റെ ഹൃദന്തമേ. സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരണമായി വീണിട്ടുമ്പോൾ താരാട്ടിനു യാത്ര നിദ്രതന്നിഴികളിൽ താമരമുകുലങ്ങൾ വിരിയും വരെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ. എന്നോമലുറക്കമായി ഉണർത്തരുതേ.